ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോട്ട്പ ആക്റ്റാണ്. നമ്മൾ അബ്കാരി ആക്റ്റും NDPS ആക്റ്റും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോട്ട്പ ആക്റ്റാണ്. അപ്പോൾ കോട്ട്പ ആക്റ്റിൻ്റെ കംപ്ലീറ്റ് ആ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കോട്ട്പ ആക്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് കോട്ട്പ ആക്ട് പറയുന്നത്. ഒന്നുകൂടി കുറച്ചേ ഉള്ളൂ, നമുക്ക് വേറെ രണ്ട് പാർട്ട്, ഒരു ഒറ്റ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കോട്ട്പ ആക്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിച്ച് നമുക്ക് അങ്ങനെ പോകും. അതുകൊണ്ട് ഞാനിത് 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോട്ട്പ ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് കോട്ട്പ ആക്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ്, എന്താണ് കോട്ട്പ? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ലെന്നും അവ വഴിയോരങ്ങളിൽ കൊണ്ടുചെന്ന് വിൽപ്പന നടത്താൻ പാടില്ലെന്നും സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ മേഖലയിൽ കച്ചവടം ചെയ്യാം, എവിടെ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ കടകളിൽ എത്തിക്കാം എന്നുള്ള വസ്തുതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരം നൽകുന്ന നിയമമാണെന്ത്? നമ്മുടെ കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോട്ട്പ ആക്ട്? സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പരസ്യം ചെയ്യാൻ പാടില്ലെന്നും അവ വഴിയോരങ്ങളിൽ കൊണ്ടുചെന്ന് വിൽപ്പന നടത്താൻ പാടില്ലെന്നും സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ മേഖലയിൽ കച്ചവടം ചെയ്യാം, എവിടെ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെ കടകളിലെത്തിക്കാം എന്നുള്ള വസ്തുതകളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരം നൽകുന്ന നിയമമാണിത്, നമ്മുടെ കോട്ട്പ ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, പരസ്യങ്ങളുടെയും മറ്റ് നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഈ നിയമത്തിൽ, ഏത് നിയമത്തിൽ? കോട്ട്പ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ്? സിഗരറ്റും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, പരസ്യങ്ങളുടെയും മറ്റ് നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചാണ് എന്ത്? ഈ കോട്ട്പ ആക്റ്റിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത്, പുകയിലയുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ട് 2003 പുകയില നിയമം, ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, നമ്മുടെ കോട്ട്പ ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ എന്നാണ് കോട്ട്പ ആക്ട് പാസ്സാക്കിയത്? 2003 പുകയില നിയമം എന്ന് പറയുന്ന നമ്മുടെ കോട്ട്പ ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ പുകയിലയുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2003 എന്ത് ചെയ്തത്? നമ്മുടെ പുകയില നിയമം, ദ സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, കോട്ട്പ ആക്ട് എന്ത് ചെയ്തത്? പാസ് ആക്കിയത്. അടുത്ത്, കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 2003 മെയ് 18. അപ്പോൾ കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്? 2003 മെയ് 18. അപ്പോൾ കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ്? 2003 മെയ് 18. പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ്, നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള വകുപ്പാണ്. ഏതാണ്? ആർട്ടിക്കിൾ 47. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47. 47 പറയുന്നത് നമ്മുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വത്തിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 21. എല്ലാവരും വായിച്ചിട്ടുള്ള ആർട്ടിക്കിളാണ് ഭരണഘടനയിൽ. എന്ത് പറയുന്നു? പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ അടിസ്ഥാനമായ അല്ലെങ്കിൽ പുകവലി നിരോധിക്കാൻ കാരണമായ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21.
അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്ടേ? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് എന്ത്? നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങൾ നിരോധിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത്, കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്നാണ്. എന്നാണ് ഉത്തരവിറക്കിയത്? 1999 ജൂലൈ 12. അപ്പോൾ നമ്മുടെ കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ എന്ത് പ്രകാരം? ആർട്ടിക്കിൾ 21 പ്രകാരം പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്നാണ് 1999 ജൂലൈ 12. അപ്പോൾ നമ്മളെ കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്നാണ്ടേ 1999 ജൂലൈ 12. ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത് നിങ്ങൾ അത്രയ്ക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത്, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആരാണത്? അത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. അപ്പോൾ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആരാണ്? നമ്മുടെ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. ഒന്നുകൂടി പറയാം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആരാണ്? അത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗം നിയന്ത്രിക്കാൻ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി രൂപപ്പെടുത്തുകയും അതിൽ 182 രാഷ്ട്രങ്ങൾ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോകാരോഗ്യ സംഘടന എന്താണ്? WHO എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗം നിയന്ത്രിക്കാനായിട്ട് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി, നമ്മൾ നോർമലി എല്ലാത്തിലും നമ്മൾ പറയുന്നതാണ് അന്താരാഷ്ട്ര ഉടമ്പടിയെക്കുറിച്ച്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി എന്ത് ചെയ്തു? രൂപപ്പെടുത്തുകയും 182 രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? അതിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് 39ാമത് എവിടെയാണ്? ഏത് വർഷമാണ്? 1986 മെയ് 15. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നതെന്നാണ് 1986 മെയ് 15. അടുത്ത്, പുകയിലയുടെ പുകയ്ക്ക് ഇച്ഛാപൂർവം അല്ലാതെ വിധേയമാക്കപ്പെടുന്നതിൽ നിന്നും പുകവലിക്കാത്തവർക്ക് ഫലപ്രദമായ സംരക്ഷണം നൽകുന്നു. ഇതാണത്? ഇതാണ് നമ്മുടെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പുകവലിക്കുന്ന ഒരാൾ വലിച്ചിട്ട് വിടുന്ന പുക ബാക്കി പുകവലിക്കാത്തവർ വലിച്ചു കയറ്റേണ്ട ഒരവസ്ഥ, അതാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പുകവലിക്കാത്തവർക്ക് എന്താണ്? ഭയങ്കര ഡേഞ്ചറാണ്. അതിനെയാണ് നമ്മൾ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത് സംരക്ഷണം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും പുകയില ഉപയോഗിക്കുന്നതിൽ ആസക്തരാകുന്നവരിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലാത്ത WHO അംഗരാജ്യങ്ങളെ, അപ്പോൾ ആ ഒരു മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലാത്ത WHO അംഗരാജ്യങ്ങളെ നടപ്പിലാക്കുന്നതിനായി എന്ത് ചെയ്തു? നിഷ്കർഷിച്ചു. ഇതാണ് പറയുന്നത്. അപ്പോൾ പുകയിലയുടെ പുകയ്ക്ക് ഇച്ഛാപൂർവമല്ലാതെ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വലിക്കാതെ വേറൊരുത്തം വലിക്കുമ്പോൾ അതിനെ വലിച്ച് കയറ്റുന്നു, അതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതിന് വിധേയമാക്കപ്പെടുന്നതിൽ നിന്നും പുകവലിക്കാത്തവർക്ക് ഫലപ്രദമായ സംരക്ഷണം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും പുകയില ഉപയോഗിക്കുന്നതിൽ ആസക്തരാകുന്നതിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലാത്ത പിന്നെയും മാർഗങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലാത്ത WHO അംഗരാജ്യങ്ങളെ നടപ്പിലാക്കുന്നതിനായി എന്ത് ചെയ്തു? നിഷ്കർഷിച്ചു എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ലോകാരോഗ്യ സംഘടനയുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി യോഗം നടന്നത് 1990 മെയ് 17. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി യോഗം നടന്നതെന്നാണ് 1990 മെയ് 17. 43ാമത് 1990 മെയ് 17. അപ്പോൾ 39ാമത് എന്നായിരുന്നു 1986 മെയ് 15. മറ്റേത് മെയ് 15 മെയ് 17 സിമ്പിളാണ്.
അപ്പോൾ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് 1986 മെയ് 15-നാണ്. 43ാമത് ലോകാരോഗ്യ അസംബ്ലി യോഗം നടന്നതെന്നാണ് 1990 മെയ് 17-നാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനം. അത് നമ്മുടെ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. 1990 മെയ് 17-ന് നടന്ന 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ് എന്ത് ചെയ്തത്, ഇന്ത്യയിൽ കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ കോട്ട്പാ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ WHO സമ്മേളനം ഏത് സമ്മേളനമാണ്? 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു, കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയ റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരെ നിഷ്ക്രിയ പുകവലിയിൽ നിന്നും, അതായത് പാസീവ് സ്മോക്കിൽ നിന്നും സംരക്ഷിക്കാൻ നടപടികൾ കൈക്കൊള്ളുന്നതിന് നേരിട്ടുള്ളതും പരോക്ഷവുമായ എല്ലാ പരസ്യങ്ങളും പ്രൊമോഷനും സ്പോൺസർഷിപ്പും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക, പുകയിലയെ തന്നെ അന്തിമമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചു. പുകയിലയെ തന്നെ അന്തിമമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം എന്ത് ചെയ്തു, മുന്നോട്ട് വച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഈ സമ്മേളനത്തിൽ കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയ റിസ്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരെ നിഷ്ക്രിയ പുകവലിയിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ്, പാസീവ് സ്മോക്കിൽ നിന്നും സംരക്ഷിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനായിട്ട് എന്ത് ചെയ്തു, നേരിട്ടുള്ളതും പരോക്ഷവുമായ എല്ലാ പരസ്യങ്ങളും പ്രൊമോഷനും സ്പോൺസർഷിപ്പും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, നിയന്ത്രിക്കുക. അടുത്ത് പറഞ്ഞത് എന്താണ്, പുകയിലയെ തന്നെ അന്തിമമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചത്. ഏത് നമ്മുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ്? 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ്. അപ്പോൾ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി നടന്നതെന്നാണ് 1990 മെയ് 17-നാണ് നടന്നത്. അടുത്ത് ചോദിക്കാം, 39ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലി നടന്നതെന്നാണ്? അത് 1986 എന്നാണ് മെയ് 15-നാണ്. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത്, പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2008 ഒക്ടോബർ 2-നാണ്. അപ്പോൾ പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്ടേ 2008 ഒക്ടോബർ 2-നാണ്. അപ്പോൾ പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2008 ഒക്ടോബർ 2-നാണ്. പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും പുകവലി നിരോധിക്കുന്ന നിയമമാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 21 പ്രകാരം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ കോട്ട്പാ നിയമം പ്രകാരം പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എന്താണ്, പുകവലി നിരോധിക്കുന്ന നിയമമാണ് ഈ ഒരു നിയമമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കുറവുള്ളവർക്കും കുട്ടികൾക്കും ചിത്രങ്ങളിലൂടെയുള്ള മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ പുകയില ഉപയോഗത്തിലെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ വിദ്യാഭ്യാസം കുറവുള്ളവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് ചിത്രങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ കുട്ടികൾക്കും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെ എന്ത് ചെയ്യും, ഈ പുകയില ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അവർക്കും മനസ്സിലാവും. നമ്മളൊരു പുകയില പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലൊരു വായൊക്കെ ഒരു മരുകേറി അങ്ങനത്തെ ഒരു പടം അതിലുണ്ടല്ലോ, പുകവലി വലിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്ന മുന്നറിയിപ്പ്. ആ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പറഞ്ഞത്. കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ഏതാണ്? അത് നമ്മുടെ ട്രിവാൻഡ്രമാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ഏതാണ്? നമ്മുടെ തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല എന്ന് പറയുന്നത്. അടുത്ത്, കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല, പുകയില പരസ്യ വിമുക്ത ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? അത് കോട്ടയമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരവും കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല ഏതാണ്? അത് കോട്ടയവുമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത് ഗ്രാമമാണ്? കൂളിമാട് ഗ്രാമമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? അത് കൂളിമാട് ഗ്രാമമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്?
കൂളിമാടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം എന്ന് പറയുന്നത്. അടുത്ത് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് 31. അപ്പോൾ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്ട് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. പുകയിലരഹിതമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. അപ്പോൾ പുകയിലരഹിതമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുകയിലരഹിതമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. സിഗരറ്റ് പാക്കറ്റുകളുടെ 40% ഭാഗത്ത് പാക്കറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഭാഷകളിലും എന്ത് ചെയ്യണം? മുന്നറിയിപ്പ് ഉണ്ടാവണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ സിഗരറ്റ് പാക്കറ്റുകളുടെ 40% ഭാഗത്ത് എന്ത് ചെയ്യണം? ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഭാഷകളിലും മുന്നറിയിപ്പ് ഉണ്ടാവണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ശതമാനമാണ്? 40% ഭാഗത്ത്. കോട്ട്പ നിയമം പുകയിലയിൽ അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണ്. സിഗരറ്റ്, സിഗാറ്, ചുരുട്ട്, ബീഡി, ഫാൻ മസാല, ഖൈനി, മിശ്രി, മാവ തുടങ്ങിയവ. അപ്പോൾ കോട്ട്പ നിയമം എന്താണ്? പുകയിലയിൽ അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എന്താണ്? കോട്ട്പ നിയമം ബാധകമാണ്. സിഗരറ്റ്, സിഗാറ്, ചുരുട്ട്, ബീഡി, ഗുഡ്ക, പാൻ മസാല, ഖൈനി, മിശ്രി, മാവ ഇതൊക്കെ പുകയില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം എന്താണ്? നമ്മുടെ കോട്ട്പ നിയമം ബാധകമാണ്. അടുത്ത് ഈ നിയമം എന്താണ്? ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഈ നിയമം എവിടെയാണ്? നമ്മുടെ ജമ്മു കാശ്മീർ അടക്കം ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു നിയമം ബാധകമാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം ഈ ഒരു കോട്ട്പ നിയമം എന്താണ്? നമ്മുടെ ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് ടൈമുണ്ട്, പതുക്കെ പഠിച്ചാൽ മതി. ടൈമുണ്ടോയെന്ന് ചോദിച്ചാൽ ടൈമുണ്ട്. പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കേണ്ടത് പ്രധാന സെക്ഷനുകളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്താണ് കോട്ട്പ ആക്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 2003 പുകയില നിയമം പാസ്സാക്കിയത്. കോട്ട്പ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2003 മെയ് 18. പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ എന്നിവ നിരോധിക്കാൻ സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കണമെന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47. ആർട്ടിക്കിൾ 47 പറയുന്ന ഏത് ഭാഗത്താണ്? നമ്മുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വത്തിലാണ് ഇത് പറയുന്നത്. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിക്കാൻ കാരണമായ അല്ലെങ്കിൽ നിരോധിക്കാനുള്ള ആ ഒരു സംഭവം കൊണ്ടുവന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21. കേരള ഹൈക്കോടതി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്നാണ്ട് 1999 ജൂലൈ 12. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് വിധി പറഞ്ഞ കേരള ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആരാണത്? ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? 182 രാഷ്ട്രങ്ങൾ ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗം നിയന്ത്രിക്കാനായിട്ട് ആ ഒരു കൂട്ടായ്മയിൽ ഉണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ 39ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് എന്നാണ് 1986 മെയ് 15. ലോകാരോഗ്യ സംഘടനയുടെ 43ാമത് ലോകാരോഗ്യ അസംബ്ലി നടന്നത് 1990 മെയ് 17. കോട്ട്പ നിയമം നടപ്പിലാക്കാൻ വഴിയൊരുക്കിയ സമ്മേളനം ഏതായിരുന്നു? അപ്പോൾ ഈ ഒരു സമ്മേളനമാണ്. ഇന്നത്തെ 43ാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. പുകയില രഹിത നിയമങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2008 ഒക്ടോബർ 2. ലോക പുകയില വിരുദ്ധ ദിനമെന്നാണ്? മെയ് 31. ലോക ലഹരി വിരുദ്ധ ദിനമെന്നാണ്? ജൂൺ 26.
കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല ട്രിവാൻഡ്രമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് കാഞ്ചിയാറാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാടാണ്. പുകയില രഹിതമായ രാജ്യങ്ങൾ ഈജിപ്റ്റ്, UK, ഫ്രാൻസ്, ഹോങ്കോങ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പെട്ടെന്ന് പറഞ്ഞ് തീർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമുക്ക് മാക്സിമം പഠിക്കണം എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പതുക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അടുത്ത വീഡിയോ ഉടനെ വരും. അതിൽ നമുക്ക് ബാക്കി നമ്മുടെ സെക്ഷൻസും കാര്യങ്ങളും നോക്കാം. ഈ നമ്മുടെ സിമ്പിളാണ്, പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.